ഞങ്ങൾക്ക് ഭ്രാന്താണ്. ഇങ്ങനത്തെ കാര്യത്തിനകത്ത് ഇതൊക്കെ ജീവിക്കുന്നതാണ്. ആ കിട്ടിയോ ചാക്ക്? ഓ ചാക്കിട്ടി. അതേ ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എന്തേ? എന്റെ സത്യേട്ടാ, നിങ്ങൾ എത്രയോ കാലം ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച ആളാണ് ആ അല്ലേ? അതെ. പിന്നെ ഇത് എന്തിനാണ് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്തിട്ട് എന്താ നിങ്ങക്ക് വല്ല 2 പീടി മുറി കേട്ടിട്ടാലേ അതിന്റെ വാഴ പിടിച്ച് സുഖമായിട്ട് ഇരുന്നൂടെ നിങ്ങക്ക്? ഗൾഫിൽ നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു? ആ ഒരു 10-30 ഉണ്ടായി. 10-30 വർഷം ഗൾഫിൽ കിടന്നാൽ നിങ്ങളാണ് ഇനിയിപ്പോ ഇവിടെ കൃഷി ചെയ്യാൻ പോണത്. ഞാനാണെങ്കിണ്ടല്ലോ അതാ നോക്കി ആ കാശ് കൊടുന്ന് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കുക. അല്ലാതെ നീ അത് പരിപാടി ഒന്നും കാണിക്കില്ല. തീർക്കും. തീർക്കുക എന്നുള്ളതല്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് സന്തോഷിക്കണ്ടേ? അവിടെയും പണി ഇവിടെയും പണി, ഇത് എന്താ എനിക്കത് പറ്റില്ലടോ. ഓ ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ആർപ്പ് നിങ്ങളോട് ഈ പണി പറഞ്ഞത്? ഇത് എന്താപ്പത്? ഇതെന്താ അറിയും, മണ്ണ് പരിശോധിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു കക്ഷിയുണ്ടല്ലോ, പേര് മറന്നുപോയല്ലോ. ആരാണ്? എന്താ ഞാൻ പേര് മറന്നുപോയി. ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തില് ഞാൻ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോ ഇനി കൃഷി ചെയ്യാൻ പോവാണ്, വാഴക്കൃഷിയാണ് ഇപ്പൊ കമ്പെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഉള്ളി പറഞ്ഞു, കൃഷി ചെയ്യണതിന്റെ മുമ്പ് ആ സ്ഥലത്തെ മണ്ണൊന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് എന്താ പ്രാന്താണ്? നമ്മളെ അപ്പൂപ്പന്മാര് വരതാ ഈ വാഴ കൃഷി നന്നായി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവര് മണ്ണ് പരിശോധിച്ചിട്ടാണ്. അവിടെ കൊത്തി കളിച്ചു വെച്ച വാഴ അങ്ങോട്ട് ഉണ്ടാവുകയാണ്, അത് കുറയ്ക്കാണ്. എന്താ പ്രാന്താണ്? ഇന്നത്തെ കാലായതുകൊണ്ടേ നമ്മൾ അത് കൂടി നോക്കിക്കളയാ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. കേട്ടോ, ഒരു ചാക്കൊന്നും കൊണ്ടായാൽ മതിയാവില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് മാറ്റിട്ട് വരും. പോണ്ടേ? പോണം. ശരി, എന്നാ നിങ്ങൾ ഡ്രസ് മാറ്റിട്ട് വരും. ഇത് ഞാൻ നടക്കാം. നിങ്ങൾ വെക്കി നിങ്ങൾ പോവുകയും എനിക്ക് വേറൊരു വഴിക്ക് പോവാണ്ട്. അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരി. ശരി ശരി. തനിക്ക് സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. അച്ഛന്റെ മുണ്ടുകുപ്പ എടുത്ത് വാഴ കൃഷി ചെയ്യാനും മണ്ണ് പരിശോധിക്കാനും ഭ്രാന്താണ് ഇയാൾക്ക്. പൂത്ത കാശ് കയ്യിലിരിക്കാണ്, സുഖമായിട്ട് ജീവിക്കാണ്ടേ. ഈ പ്രാവശ്യത്തെ ഓണേ നമ്മുടെ പ്രതീക്ഷ മുഴുവൻ തെറ്റിച്ചുട്ടാ. എന്റെ സാറ് എന്തൊരു കഷ്ടായി പോയല്ലേ. ജൈവ പച്ചക്കറിക്ക് പൈസ കൂടുതലാന്നും പറഞ്ഞ എല്ലാരും തമിഴന്മാരുടെ പച്ചക്കറിയെ മേടിച്ചേക്കണേ. അല്ല, നമ്മൾ ഈ ഷാളൊക്കെ കെട്ടിട്ട് നല്ല ജൈവ പച്ചക്കറി ഇങ്ങനെ നിരത്തി വെച്ച് മന്ത്രി കൊണ്ട് MLA-മാരെ കൊണ്ടൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ച് ഭംഗിയായിട്ട് തുടങ്ങിയിട്ട് ഒരാള് പച്ചക്കറി വാങ്ങണ്ടേ? വരണവര് വന്നിട്ടൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന പച്ചക്കറി ലാഭത്തിന് മേടിച്ചിങ്ങനെ പോകുമ്പോ നമ്മളെന്താ ചെയ്യാ? അതിനിപ്പോ നമ്മളെ കുറ്റം പറയണ ഈ കർഷകരൊക്കെ കൂടി നമ്മളെന്തോ ചെയ്യാഞ്ഞിട്ടാണ് അത്ര അവരുടെ പച്ചക്കറി വിറ്റ് പോയിരുന്നത്. അല്ല, പച്ചക്കറിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, വേറെ ഇപ്പൊ നമ്മളാകെ തലവേദന പിടിച്ചിരിക്കുകയാണല്ലോ. ഇപ്രാവശ്യം മണ്ണ് പരിശോധനയ്ക്ക് എത്ര പേര് വന്നു ലിസ്റ്റില്? എത്ര ആള്? 1. ഒരാ പ്രസാദം 2 പേര്. 3 പേര്. ആകെ നമ്മൾ എത്ര പേരെ കൊടുക്കണമെന്ന് അറിയാം? 200 പേരുടെ മണ്ണ് പരിശോധിക്കാൻ കൊടുക്കണം. അതാണ് മോളിന്നുള്ള ഉത്തരവ്. ഇതെന്തിനാ? ഞാൻ എന്താ പറഞ്ഞ പിന്നെ അതെന്തിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അതാണല്ലോ നമ്മുടെ ജോലി. ഇതെന്തത് പൂവിറ്റ് പൈസക്ക് പൂവുള്ള ഷർട്ട് തന്നെ മേടിച്ചോ? ഓണക്കോടി എനിക്കല്ലേ, അടിപൊളിയുണ്ട്. പൂക്കാരനല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളിയല്ലേ? ഓണെല്ലാം വെള്ളത്തിലേ കേട്ടില്ലായിരുന്നൂല്ലേ? വെള്ളം അടിച്ചിട്ട് വന്നെല്ലാന്ന് ഒരു 50 ചാക്ക് പൂവുണ്ട്, ഒന്ന് വിറ്റ് തരണം. 50 ചാക്ക് പൂവ്? അപ്പൊ ഓണത്തിന് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പൂവ് ബാക്കിയോ? അപ്പൊ നല്ല കച്ചവടമുള്ള. ഓണത്തിന് പൂവൊന്നും വിറ്റിട്ടില്ല, ഓണം കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാ പൂ വിരിഞ്ഞത്. അല്ല, ഞങ്ങൾ പറഞ്ഞ സമയത്ത് തൈ വെച്ചിരുന്നെങ്കിൽ ഓണത്തിന്റെ പൂവ് പറക്കേണ്ടതാണ്. നിങ്ങൾ ചിലപ്പോഴേ വൈകിട്ടായിരിക്കും തൈ വെച്ചിട്ടുണ്ടാവും. എന്റെ സാറെ, നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ നടയും ചെയ്ത് അതിൽ വളം ചെയ്ത് എല്ലാം നിങ്ങൾ പറഞ്ഞ കൃത്യം അതുപോലെ ചെയ്തിന്. അങ്ങനെയാണെങ്കിൽ ഓണത്തിന്റെ മുമ്പ് പൂ വിരിയേണ്ടതാണല്ലോ. സാറേ, മണ്ണ് പ്രശ്നമായിരിക്കും. മണ്ണിനെ പ്രശ്നം ഉണ്ടാവും. ഞാൻ കപ്പിയും ചേമ്പും ചേനയും വെക്കുന്ന മണ്ണല്ലേ ഇത്? മണ്ണ് വേറെ, പൂവിന്റെ മണ്ണ് വേറെ. എന്നാ ചേനക്ക് പൂ വിരിഞ്ഞതാ? ചേനപ്പൂവാണോ ചെണ്ടുമല്ലിപ്പൂവ്? അല്ലെങ്കിൽ ചേനപ്പൂ കൊണ്ട് അത്തക്കൾ ഇടാൻ പറ്റുമോ? ഈ കായ്കനികള് ചെയ്യണ മണ്ണല്ല പൂവിന്റെ മണ്ണ്, അത് രണ്ടും രണ്ടാണ്. മണ്ണ് പരിശോധിച്ചിട്ട് വെക്കേണ്ടതായിരുന്നേ. അല്ല, എന്റെ പൂവെന്ത് ചെയ്യണ്ടെന്ന് ഞാൻ പൂവാ അമ്പലത്തിൽ കൊടുത്തൂടെ? അല്ലെങ്കിൽ ആ പൂക്കടയിൽ കൊടുത്ത് റീത്ത് ഉണ്ടാക്കാൻ കൊടുക്കാലോ. റീത്താ? ഞാൻ റീത്ത് ഉണ്ടാക്കുന്നു. നിങ്ങൾ 3 ആള് വേക്കും വെക്കാൻ റീത്ത് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ചേട്ടാ,
കുറച്ച് മണ്ണ് കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്താ പ്രശ്നമെന്ന്. ഇനി മണ്ണും പരിശോധന. മണ്ണ് പരിശോധിച്ചാൽ മണ്ണിന് അനുയോജ്യമായ രീതിയിൽ കൃഷി നടത്താം, അതുകൊണ്ടാണ്. ഈ ഒരു മണ്ണ് പരിശോധിക്കുന്നു പലക്കെ വയ്ക്കും. കൊണ്ടുവരും. 3. അങ്ങനെയല്ല, 2 സാറേ, 2 ഞാനാ പറഞ്ഞ മണ്ണ് കൊണ്ടുവരാൻ. ആദ്യം അയാൾ മണ്ണ് കൊണ്ടുവരണ്ടോ ഇല്ലയോ നോക്കട്ടെ. കൊണ്ടുവരും കൊണ്ടുവരും. 2 ട്ടാ. മണ്ണാണ്. മണ്ണ് എന്ത്? ഇല്ല, ഒന്നുമില്ല. ഞാൻ കുറച്ചു കാലം ഇവിടെ ഉണ്ടായില്ല, ഗൾഫിലായിരുന്നേ. അപ്പൊ അതെല്ലാം മതിയാക്കിയിട്ട് ഇപ്പൊ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നാട്ടിൽ കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ളൊരു പ്ലാനില്ല. അപ്പൊ ഇവിടെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷം മതി കൃഷി ചെയ്യുക, അതിന്റെ മുമ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മണ്ണൊന്ന് പരിശോധിക്കണം. ഈ മണ്ണ് പരിശോധിക്കാൻ കൊടുന്ന? അതെ, വളത്തിലത്തെ മണ്ണാണ്. ഇത്ര മണ്ണേ ഉള്ളൂ? ഓ, ഇത് പോരെ. നമുക്ക് ഈ JCB കൊണ്ട് മാന്തിട്ടേ ഒരു ടിപ്പർ മണ്ണ് വേണം ഇത് പരിശോധിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും പോരാ ഇവിടെ. അത് നമ്മള് ഒരു പെട്ടി ഓട്ടോറിക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും നിസാൻ എന്തെങ്കിലും വിളിച്ചിട്ട് കൊണ്ടുവരാൻ മണ്ണേ. ഇത് നമ്മള് ഓഫീസിലേക്കല്ലേ വരണേ. അല്ല, ഇത് പരിശോധനക്കുള്ള മണ്ണല്ലേ? ആണല്ലോ. ആ, പരിശോധനയ്ക്ക് എന്റെ ചേട്ടത്ര മണ്ണൊന്നും വേണ്ടത്. വേണ്ട, ഇത്ര മണ്ണൊന്നും വേണ്ട, കുറച്ച് ആവശ്യമുള്ള എടുത്തോളി, കുറച്ച് കണ്ടു പോവാലോ. അല്ലാതെ ഈ സോയിൽ ടെസ്റ്റിന് അതിന്റേതായ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ മൂലകങ്ങളൊക്കെ പരിശോധിക്കണ്ടേ? വേണം. ഇതിലാകെ മണ്ണരിയും കുറച്ച് മണ്ണിലെ കുറെ മൂലകങ്ങളുണ്ട്, അതൊക്കെ പരിശോധിച്ചിട്ട് വേണം ആ മണ്ണിലെ ഏത് തരം കൃഷി ചെയ്യാന്നുള്ളത് നമ്മൾ അറിയാൻ. അതിനാണല്ലോ മണ്ണ് പരിശോധിക്കണത്. അതെ. ഇതിപ്പോ എവിടെ നിർത്ത മണ്ണത്? ഇത് വളപ്പുന്ന് പറമ്പെന്താണ്? പറമ്പ് തന്നെയാണല്ലോ മണ്ണ് എടുക്കുക. അതെ, പറമ്പിൽ ഇത് ഏത് ഭാഗത്ത് നിർത്താ? ഏത് ഭാഗത്തുനിന്ന് നമ്മുടെ തെക്ക് നല്ലല്ലോ. സൂര്യേട്ടന്റെ വീടിന്റെ പിന്നെ നല്ല സൂര്യ ഉദിക്കണത്. അതപ്പോ അവിടെ അത് കിഴക്കല്ലേ? അതെ. അത് നിനക്ക് കേട്ടോ തെറ്റിക്കല്ലേ, ആലോചിച്ചിട്ട് വേണം പറയാൻ. കിഴക്ക് ഭാഗത്തേക്കല്ലേ വരിക? തെക്കാത് അല്ല, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോ വലത് കൈന്റെ ഭാഗല്ലേ? അതെ, ശരി, ആയിക്കോട്ടെ. തെക്കന്നെ, തെക്കുന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്തുനിന്ന് മണ്ണെടുത്തോണ്ട് വന്നാൽ പറ്റില്ല, അതിന് ചില നിയമങ്ങളുണ്ട്. എന്ത് വേണം? എന്താപ്പത്? അതായത് ഇത് നിങ്ങൾ മുമ്പ് ഒരു കൊല്ലം മുമ്പ് കൃഷി ചെയ്ത സ്ഥലമാണോ? അവിടെ വേറെ വളം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ അടുത്ത് വല്ല മറ്റേ വളക്കുഴിയോ അല്ലെങ്കിൽ ചതുപ്പ് നിലോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം? വെള്ളം ഇല്ലാത്ത സ്ഥലം, വെള്ളം കുറച്ച് കെട്ടി നിൽക്കണ. കുറച്ചൊക്കെ ഉള്ളൂ. ഇത് നനവുണ്ടല്ലോ. ഇത് അത് തലേദിവസം മഴ പെയ്തില്ലേ? പോയില്ലേ? നനഞ്ഞ മണ്ണ് പറ്റില്ലേ? നമ്മളിങ്ങനെ ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് കല്ലൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കണം. എന്നിട്ട് അവിടെ ചെറിയ കല്ലുകൾ എന്തായാലും ഉണ്ടാകും, അതങ്ങനെ മണ്ണിന്റെ മോള് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മൺവെട്ടി എടുത്തിട്ട് വി ആകൃതിയിൽ വെട്ടണം. വി എന്ന് പറഞ്ഞ അറിയില്ലേ? വി ഏത്തടുക. ഇങ്ങനെ ഒരു വെട്ട്, ഇങ്ങനെ ഒരു വെട്ട്, അപ്പൊ വി ആവും. ചേട്ടാ, ഈ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് മുറിക്കൂലേ, ആ ഷേപ്പില്? ഏട്ടാ, അത് പറ്റില്ല സാറേ. ഞങ്ങള് കേക്ക് മുറിക്കാറില്ല, ഞങ്ങൾ പായസം വയ്ക്കണതേ. പായസം വയ്ക്കണ പോലത്തെ പറ്റുമോ? അല്ല, കയ്യിലോണ്ട് കോരണ മാതിരി. ഇങ്ങനെ വി ഷേപ്പില്. അതെ, ചേട്ടൻ മനസ്സിലായല്ലോ. അങ്ങനെ വി ആകൃതിയിൽ വെട്ടിയിട്ട് ഈ വെട്ടിയ മണ്ണ് നമ്മൾ എടുത്ത് മാറ്റണം. അത് പറ്റില്ല. ഈ മുറിഞ്ഞ മണ്ണ് പറ്റില്ല. പിന്നെ എന്തിനാ വെട്ടണത്? വെട്ടിട്ട് ഈ മണ്ണ് മാറ്റി വെച്ച വി ആകൃതിയിലുള്ള കുഴിയില്ലേ, അവിടെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് മണ്ണ് ഇങ്ങനെ തുരന്നെടുക്കണം. ആ തുരന്നെടുത്ത മണ്ണ് ഒരു ഇത്ര മണ്ണ് മതി നമുക്ക് പരിശോധിക്കാൻ. അതെ, അതാണ് കൊണ്ടുവരേണ്ടത്. നോക്ക്, ഇത് ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ 1-2 കാര്യമാണ് നമുക്ക് അറിയാത്തത്, തരക്കാ പാർക്കാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനത്തെ മണ്ണ് കൊണ്ടുവരും കേട്ടോ. അല്ല, ഒരു കാര്യം ചെയ്യ്, ഈ മണ്ണ് ഇത്ര ഉണ്ടല്ലോ, നമുക്കിത് ഒരു വി രീതിയിലേക്ക് നിങ്ങക്ക് ആക്കിയിട്ട് അതിന് കുറച്ച് തുരന്നെടുത്താ പോരെ നിങ്ങക്ക് ആവശ്യമുള്ളത്. നനഞ്ഞ മണ്ണല്ലേ ഈ മണ്ണ് പറ്റും. അതെ, ഈ ചേട്ടൻ അറിയാം, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറഞ്ഞ പോലുള്ള മണ്ണ് കൊണ്ടുവരും കേട്ടോ. ഇവര് പരിശോധിച്ചിട്ട് കൃഷി നടത്തിക്കോളൂ, നല്ലതാണത്. എല്ലാം ശാസ്ത്രീയമായി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അല്ല സാറേ, ഇത് കൂടി അല്ല, കുഴപ്പമില്ല, നിങ്ങൾ ആരും എന്താ വെച്ചാൽ ചെയ്തോളൂ. എടുക്കൂ. ഇത് വേണ്ട, ഇവിടെ വല്ല ചെടിയൊക്കെ വേണമെങ്കിൽ നടാ. അതെ, മണ്ണ് നല്ല മണ്ണാണ്. അല്ല, നല്ല മണ്ണാണ്, അതാണ് വേണ്ട അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവരും കേട്ടോ. ആയിക്കോട്ടെ. ഇന്ന് തന്നെ പറ്റുമോ കൊണ്ടുവരും?
ആ ഇന്നലെ പറ്റുമെന്ന് നോക്കാം. ഇന്ന് പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്. നീ വായുന്നു. അല്ല ഇന്നെ ഇല്ല, ഞാൻ ഇത് വിളിച്ചിട്ട് വന്നാണ് സാറേ. പറ്റില്ല, വേറെ ദിവസം പറയാം. ഇന്നെ അല്ല ഈ മാസമെങ്കിലും കൊണ്ടുവരണേ. കൊണ്ടുവരും സാറേ. ആ ചേട്ടന് ആഗ്രഹമുണ്ട്, മറ്റേ പണിക്കാരൻ മടിയനായോണ്ടാ. എന്തായാലും കൊണ്ടുവരും. അല്ല ഒരു 200 ആക്കണേ, അതാണ്. ഇതാണ് ബി. ഇതന്നെ ബി. ഇങ്ങനെ കൊത്ത എനിക്ക് പോവാറുന്നു നിങ്ങക്ക്. എന്നിട്ട് ഈ മണ്ണിട് മാറ്റിയോ അത് പോട്ടെ. മുകളിലെ മണ്ണ എടുത്ത് മാറ്റട്ടെ. ആ അതെ ഇനി കൊത്തിക്കോ. ഇവിടെ നിൽക്കല്ലേ? ആ നീ ചവിട്ടി എടുത്തോളി. ഒരു കാര്യം ചെയ്യ്. ഞാൻ എടുക്കണോ? എടുത്തോ. ശരി, നീ ആ എടുത്തത് ശരിയാവില്ല എന്ന് പറയരുത്. അതൊന്നുമില്ല, എടുക്കട്ടെ. എന്നിട്ട് കുറച്ച് മതി എന്നല്ലേ പറഞ്ഞത്? കുറച്ച് മതി. അതൊക്കെ കൊണ്ടേ കൊടുക്കാം നമുക്ക്. ഇതിപ്പോ ഇത്തിരി നനവുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതേ അടുപ്പിന്റെ അരികിലിട്ട് ഉണക്കുക. അല്ല ഇവിടെ അടുപ്പ് എല്ലായിടത്തും ഗ്യാസ് ആണ്. ഒരു കാര്യം ചെയ്യ്, ഫാൻ ഇട്ട് കൊടുക്കുക. ഒരു പേപ്പറിൽ അങ്ങോട്ട് വിരിച്ചിട്ടേ ഫാൻ ഇട്ട് കൊടുക്കുക കുറച്ചു നേരത്തേക്ക്. ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നല്ല വാറച്ചട്ടിയിലിട്ട് നന്നായിട്ട് വാർത്തിട്ട്, അല്ല കാര്യമായിട്ട് പറയാം, വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് വാർത്തിട്ട് ആ കള്ളപ്പന്നികൾക്ക് കൊണ്ടുപോയി കൊടുക്കും നിങ്ങൾ. എന്തിനാ നീ വെറുതെ അവരെ കള്ളപ്പന്നികളെ വിളിക്കും? വെറുതെ ശമ്പളം മേടിച്ചിരിക്കല്ലേ, വിളിക്കുമ്പോ ഒരു സുഖം, അത്രേ സുഖം. അപ്പൊ എന്നാ ശരി, ആയിക്കോട്ടെ. I'm sure that the monster you call him gangster. It's time for disaster. You know you don't know the Bible. Come on to surrender. He is the demander. You just a pretender. നല്ല മണ്ണത്. ശ്രീകാന്തേ ഈ മണ്ണ് തിരിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ മൊയ്ത് സാറേ, എനിക്ക് മണ്ണ് നല്ല പണി. ഞാൻ ഉച്ചക്ക് ചോറുന്നതാ, കൊറേ പണിയുണ്ട്. ഇടങ്ങാറാണ്ട് എത്തുന്നുണ്ടോ? നല്ല ടേസ്റ്റ് ഉള്ള മണ്ണ കൊണ്ട് പറഞ്ഞാ. ഇത്ര ടേസ്റ്റിൽ മണ്ണ് ഞാൻ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞ ഇത് പോരാ. ഇതിന് അമ്മളം കുറവാ, കണ്ടോ? ഇത് കണ്ടറിയാ. ഇത് നല്ല ഫലവഴി. ഈ മണ്ണില് എന്ത് കുഴിച്ചിട്ടാലും പൊന്നു പണി കണ്ടറിയാ. ഇതൊന്നും ഈ സാധനം എന്തായി പരിപാടി? നമ്മളത് എത്രയാ നോക്കിയാ? നമ്മളത് എത്രയും നോക്കാം. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ ഇവിടെ. നമ്മളല്ല സാറേ, മണ്ണിന്റെ അമ്മളതാ എന്റെ അളവ് എത്ര ഉണ്ട് നോക്കിയാ. ഇവിടെ എന്നിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ എന്താ എങ്ങനെ നോക്കണത്? ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് നോക്കിയാ? എന്നിട്ട് മണത്തും നോക്കും, തിന്നും നോക്കും ഞാൻ. എന്നിട്ട് എന്താ, ചിലതിന് നല്ല മണയ്ക്ക്, പക്ഷെ അതിന് യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലതിന് നല്ല രുചിയായിരിക്കും, അതിനൊരു മണം ഉണ്ടാവില്ല. അങ്ങനെ ചിലതൊക്കെ ഒരു അലമ്പ്. ഇതൊക്കെ അലമ്പ് മണ്ണാണ് സാറേ. ഇതിപ്പോ എനിക്ക് തിന്നതിൽ ടേസ്റ്റ് തോന്നിയതാ. ടേസ്റ്റ് ഉണ്ടാവും. അതേ നമ്മുടെ നായ വളർത്തുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഈ നായ അവിടെ കിടന്നിട്ട്, ഈ മണ്ണിൽ കിടന്നിട്ട് എന്തോ അലർജി നായയുടെ പുറത്ത് പറഞ്ഞോണ്ട്, അപ്പൊ ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. എന്റെ മൊയ്തു, ഇവിടെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് ഈ മണ്ണ് പരിശോധിക്കാനുള്ളത്. താൻ ഈ തിന്നും മണത്ത് നോക്കാൻ എന്താ ബിരിയാണി നെയ്ച്ചോറല്ലോ? അത് താൻ കഴിച്ച ജന്മത്തിലല്ല നായായിരുന്നോ? അല്ല പറയാ അല്ലല്ലോ. സാറേ ഇതിലെന്ത് ചെറിയ അതെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരുപാട് സയന്റിഫിക് ആയിട്ട് പല സംഭവങ്ങളും കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഈ മണ്ണ് പരിശോധിക്കാൻ. ആൾക്കാർ ഓരോ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടെ കൊണ്ട് തരണത്. അത് കൃത്യമായിട്ടുള്ള ബലം കൊടുക്കണം. ഇതില് എന്റെ ഉമ്മ പറഞ്ഞിട്ടേ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് 4 വയസ്സ് വരെ എന്റെ മുറ്റത്ത് കൊണ്ടിട്ടാല് ഞാൻ മണ്ണ് തിന്നേനും പോലെ ഉമ്മ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ മണ്ണിനോട് ഇത്ര ഇന്റിമസി. 4 കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ മണ്ണ് നിന്ന് കാണും, വളർത്തിക്കൊണ്ടുവരാൻ അല്ലേ? ഇത് താനൊരു കാര്യം ചെയ്യണം. അത്യാവശ്യമായിട്ട് നല്ല പരിശോധന നടത്തണം. എല്ലാം പരിശോധിക്കണം, ഞാൻ ഒറ്റൊന്നും വിട്ടില്ല. ഇല്ല, മണ്ണല്ല. താൻ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിക്കണം. ഇതൊരു തരം അസുഖമാണ്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉണ്ണി എന്ന് പറഞ്ഞിട്ട്. അവന് ഇതൊക്കെയാണ് അസുഖം. അവന് റേഷൻ കടയിൽ പോയി റേഷനരി മണത്ത് നോക്കുക, മണ്ണെണ്ണ മണത്ത് നോക്കുക, പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങുക, മണക്കുക, പെട്രോൾ നക്കി നോക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഒരു ദീപാവലിക്കേ ഈ പെട്രോൾ നക്കി നോക്കിയിട്ട് അതിന്റെ അടുത്ത് നിന്ന് അവസാനം പൊട്ടിത്തെറിച്ച്. അതുകൊണ്ട് താനെ മര്യാദയ്ക്ക് അതിന്റെ രീതിക്ക് ചെയ്യുക കാര്യങ്ങൾ, കേട്ടോ. ഇത്തിരി ബോധമുള്ള ഒരാളല്ലേ താന്. താനെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്. എല്ലാരും ഒരുപോലെ ആവല്ലേ, കേട്ടാ. കുറച്ച് ഓവറാ. അല്ല, അപ്പൊ മൂപ്പര് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ബോധമില്ല. ഞാൻ ഇത്ര കാലമായി ഇവിടെ.
എനിക്കെന്റെ വാപ്പ പറഞ്ഞതിന്റെ മണ്ണിന്റെ ടേസ്റ്റും കാര്യങ്ങളും അതാണ് ഞാൻ മണത്തും നോക്കണത് തിന്നൊക്കെ നോക്കണത് അതൊക്കെ മൂപ്പർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ.